ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ വീരശേഖരൻ സേനാപതി 28 വർഷങ്ങൾക്ക് മുൻപ് തിയേറ്ററുകളെ ത്രസിപ്പിച്ച, ആരാധന തോന്നും വിധത്തിൽ ഉശിരൻ ഡയലോഗുകൾ കൊണ്ടും പെർഫോമൻസ് കൊണ്ടും അമ്പരപ്പിച്ച സ്വാതന്ത്ര്യ സമര നായകൻ വീണ്ടും പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കാൻ എത്തുമ്പോൾ പ്രതീക്ഷകളും ആശങ്കകളും ഏറെയാണ്. തീവ്രമായ രാജ്യസ്നേഹം മൂലം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജീവത്യാഗം ചെയ്യാൻ പോലും തയ്യാറായ സേനാപതിയുടെ പിൽക്കാലത്തെ അഴിമതി വിരുദ്ധ ഒറ്റയാൾ പോരാട്ടമാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇന്ത്യൻ സിനിമ. അഴിമതി നടത്തുന്നവരെ, സാധാരണക്കാർക്ക് നീതി നിഷേധിക്കുന്നവരെ തേടിപ്പിടിച്ച് സ്വയം ശിക്ഷ വിധിക്കുന്ന, ആ ലക്ഷ്യത്തിൽ സ്വന്തം മകനെ പോലും വകവരുത്താൻ തയ്യാറാകുന്ന സേനാപതിയുടെ സ്പിരിറ്റ് അന്ന് സിനിമ കണ്ടിറങ്ങിയ ഓരോ ഇന്ത്യക്കാരന്റെയും നെഞ്ചിലുണ്ടായിരുന്നു. കാരണം നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥിതിയിൽ അവർ പറയാനും ചെയ്യാനും ആഗ്രഹിച്ച ഒന്ന് സിനിമയിലൂടെ ചെയ്തു കാണിക്കുകയായിരുന്നു സേനാപതി. അത്രത്തോളം ഇന്ത്യൻ താത്ത പ്രേക്ഷകരെ സ്വാധീനിച്ചു. സ്വന്തം അവകാശം നേടിയെടുക്കാൻ കയ്യിലുള്ളത് മുഴുവൻ കൈക്കൂലിയായി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നതിന് പകരം അവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ നിങ്ങളെല്ലാവരും സേനാപതിമാരാകണമെന്ന് പറയാതെ പറയുകയായിരുന്നു ചിത്രം. 1996 ശങ്കർ തന്നെ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പശ്ചാത്തലം തമിഴ്നാട് മാത്രമായിരുന്നില്ല, മുഴുവൻ ഇന്ത്യയുമായിരുന്നു. ജനസേവകരുടെ കുപ്പായം അണിഞ്ഞ് സാധാരണക്കാരെ വഞ്ചിച്ച നിയമവ്യവസ്ഥയോടുള്ള എതിർപ്പറിയിക്കാൻ ശങ്കർ സിനിമ എന്ന മാധ്യമം കമലഹാസനിലൂടെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയുടെ മറ്റൊരു വികൃത മുഖത്തെ വെള്ളിത്തിരയിൽ എത്തിക്കുകയായിരുന്നു. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് സിനിമയെടുക്കുക എന്ന റിസ്ക് ഫാക്ടർ കൂടുതലുള്ള കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു സിനിമ എടുക്കുക എന്നത് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വളരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിയപ്പോഴും ഇതേ റിസ്കിൽ മുന്നോട്ട് പോകാൻ തന്നെ ഇന്ത്യൻ ടീം ഒന്നടങ്കം തീരുമാനിക്കുകയും ചെയ്തു. അതിന്റെ ഫലമാണ് ബോക്സ് ഓഫീസിലുണ്ടായ വലിയ തരംഗം. കോളിവുഡിൽ ഇന്ത്യനും ഇന്ത്യൻ താത്തയും ട്രെൻഡായി. ഇന്ത്യനുക്ക് സാവേ കിടയാതെ, എങ്ക തപ്പ് നടന്നാലും ഞാൻ വരുവേ, ഈ ഉറപ്പ് നൽകിക്കൊണ്ട് എങ്ങോട്ടോ മടങ്ങിയ സേനാപതി 28 വർഷത്തിന് ശേഷം വീണ്ടും എത്തുമ്പോൾ ഇന്ത്യയിലെ ജനകീയ പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ അഴിമതി മാത്രമല്ല ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ട ഒന്ന്. അതുതന്നെയാകും ഇന്ത്യൻ 2വിന് വെല്ലുവിളി നിറയ്ക്കുന്നതും. ഇന്ത്യൻ സിനിമയ്ക്ക് ശേഷവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിരവധി സേനാപതിമാരുണ്ടായിട്ടുണ്ട്. കത്തിയെടുക്കുന്നതിന് പകരം വാക്കുകൾ കൊണ്ടും സമരം കൊണ്ടും ജനപക്ഷത്ത് നിന്നു. എന്നിട്ടും ജനസൗഹൃദമല്ലാത്ത പ്രവർത്തികളാണ് രാജ്യം പതിറ്റാണ്ടുകളായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായി പറഞ്ഞാൽ 28 വർഷം മുൻപ് ഇന്ത്യനിലൂടെ കണ്ടതിനേക്കാൾ 10 മടങ്ങ് അഴിമതി നിറഞ്ഞ രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. അത് മാത്രവുമല്ല, അഴിമതിയേക്കാൾ വലിയ സാമൂഹിക പ്രശ്നമായി രാജ്യത്ത് വർഗീയത വാഴുന്ന കാലമാണിത്. 1996 ഇന്ത്യൻ ഇറങ്ങുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം അഴിമതി ആയിരുന്നുവെങ്കിൽ ഇന്ന് അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഇന്ത്യൻ ജനതയ്ക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണം. ജനങ്ങളെ തമ്മിൽ വിഭജിച്ച് വിദ്വേഷ രാഷ്ട്രീയം പ്രയോഗിച്ച് അധികാരം കൈയാളാൻ ശ്രമിക്കുന്ന ഭരണവർഗങ്ങളെ കാണാതിരിക്കാൻ സേനാപതിക്ക് സാധിക്കുമോ എന്നതാണ് അറിയേണ്ടത്. വർത്തമാന ഇന്ത്യയിലെ സാമൂഹിക അനീതികളെ ചെറുക്കാൻ സേനാപതിക്ക് തന്റെ മർമ്മവിദ്യകളും അരയിലെ കത്തിയും മാത്രം മതിയാവില്ല. സേനാപതി എല്ലാ അടവുകളും പഠിച്ചുകൊണ്ട് തന്നെ വേണം വരാൻ. ടെക്നോളജിയും അതിനനുസരിച്ച് നവമാധ്യമങ്ങളും ദിവസേന വളരുന്ന ഈ കാലഘട്ടത്തിൽ സേനാപതി എന്ത് അത്ഭുതമാണ് പയറ്റാൻ പോകുന്നത് എന്ന് ഇന്ത്യൻ ആരാധകർക്ക് ആശങ്ക നൽകുന്നുണ്ട്. എങ്കിലും പ്രതീക്ഷ കൈവിടുന്നില്ല. ഉലകനായകൻ കലക്കുമെന്ന് തന്നെ കരുതാം.